നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് റീൽസ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ റിയാക്ഷൻ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ റീൽസ് റിയാക്ഷൻ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരും വെൽക്കം ചെയ്യണം. റീൽ നമ്പർ 1. ഇതെന്ന് വെച്ചാൽ വിവോന്റെ ഒരു പേറ്റന്റ് ടെക്നോളജിയാണ്. സെൽഫി ക്യാമറ ഡ്രോണിന്റെ രൂപത്തിലാണ് ഇരിക്കുന്നത്. പോപ്പായി ഡ്രോൺ വരും, ആ ഡ്രോൺ പറന്ന് സെൽഫി എടുക്കുമെന്നാണ് വിവോന്റെ ടെക്നോളജി ഉള്ളത്. ബട്ട് വിവോ ഇത് ഇറക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആ ഒരു ഡ്രോൺ പുറത്തോട്ട് വരികയാണ്. ആ പുറത്തോട്ട് വരുമ്പോൾ ഡാമേജ് ആവാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല വിവോ എന്തായാലും ഈ ഒരു ടെക്നോളജി ഫോൺസിന് ഇംപ്ലിമെന്റ് ചെയ്യുമെന്ന്. ഇൻ ഫ്യൂച്ചർ ചിലപ്പോൾ ഇത് അഡ്വാൻസ്ഡ് ആകുമ്പോൾ സ്മാർട്ട് ഫോൺസിനെ കാണാൻ പറ്റുമായിരിക്കും. എന്നാൽ ഇപ്പോൾ ഈ ഒരു ടെക്നോളജി അത്രമാത്രം അഡ്വാൻസ്ഡ് അല്ല. മാത്രമല്ല പോപ്പ് ക്യാമറ എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ, ആ ഒരു സംഭവം നല്ലതായിരുന്നു, നല്ലൊരു ഐഡിയ ആയിരുന്നു. ബട്ട് അത് കംപ്ലൈൻസ് വരും എന്ന് പറഞ്ഞ് പല ബ്രാൻഡ്സും എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലെ ഒരു സംഭവമാണ് ഇതും. ഇതെന്തായാലും എനിക്ക് തോന്നുന്നില്ല വരുമെന്ന്. നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും താഴെ കമന്റിൽ അറിയിക്കാം. റീൽ നമ്പർ 2. ഇത് കാണുമ്പോൾ ഫോൾഡിംഗ് ഡിസ്പ്ലേ ആയിട്ടൊക്കെ തോന്നുമെങ്കിലും ഇത് ഫോൾഡിംഗ് ഡിസ്പ്ലേ ഒന്നും അല്ല, നോർമൽ ഡിസ്പ്ലേ ആണ്. നോർമൽ ഡിസ്പ്ലേ ജസ്റ്റ് കട്ട് ചെയ്ത് കാണിക്കുന്നതാണ്. നോർമൽ ഡിസ്പ്ലേ നമ്മൾ ആ ഡിസ്പ്ലേ മാത്രം എടുക്കുകയാണെങ്കിൽ ഇതുപോലെയാണ്, കുറച്ച് ഫ്ലെക്സിബിൾ ഒക്കെയാണ്. അതാണ് ഈ ഒരു സംഭവം എന്ന് പറയുന്നത്, അല്ലാതെ ഫോൾഡിംഗ് ഡിസ്പ്ലേ ഒന്നും അല്ല. റീൽ നമ്പർ 3. Click, smile, you are on camera. This is not a camera, this is a smartphone. More specifically, this is the Xiaomi 13 Ultra with the camera kit. Now the camera kit basically just enhances all the features of the Xiaomi smartphone, and you get a detachable battery grip which can be used as a Bluetooth shutter whenever you want, or you can just attach it like this and use it as a grip. It has a 2-phase shutter button, which basically means half press you can focus, full press it'll take a picture. You also can zoom in and zoom out very seamlessly using this button right here. Now there are ND filters that you can put on top of this. Basically any 67mm filter will go and work with this camera kit. It is a very good piece of hardware. With this kit it feels more like a Leica camera than anything. Okay, ഇത് ബേസിക്കലി Xiaomi 13 Ultra'യുടെ ക്യാമറ കിറ്റ് എന്ന് പറയും. അതായത് ബാക്കിൽ ഒരു ഗ്രിപ്പും ഒരു ക്യാമറ മോഡ്യൂളൊക്കെ വരും. അതിൽ നമുക്ക് ഫിൽറ്റേഴ്സ് ഒക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഒരു പ്രൊഫഷണൽ ക്യാമറ ചെയ്യുന്ന പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റും. ബട്ട് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഇത് ആ സ്മാർട്ട് ഫോണിന്റെ ബൾക്കിനെസ് കൂട്ടും. കാരണം ഇതുപോലത്തെ ഒരു മോഡ്യൂൾ വെക്കുമ്പോഴും ആ ഒരു ഫിൽറ്റർ ഒക്കെ ഇടുമ്പോൾ ഇതൊരു ക്യാമറയുടെ സൈസായി. അതായത് ഒരു പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറയോ ഒരു മിറർലെസ് ക്യാമറ, ലൈക്ക് ഒരു ട്രാവൽ ഫോട്ടോഗ്രാഫി ഒക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് പ്രത്യേകം ക്യാമറാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെയൊക്കെയാണ് എനിക്ക് കാണുമ്പോൾ തോന്നുന്നത്. ഞാൻ ഒരു ക്യാമറയുടെ ഇമേജ് ഇവിടെ ആ ഒരു ക്യാമറയും ഈ ഒരു സ്മാർട്ട് ഫോണും ഏകദേശം ഒരുപോലെയാണ്. സൈസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരുപോലെയാണ്. ആ ഒരു സ്മാർട്ട് ഫോൺ ആണെങ്കിലും ഇതാണെങ്കിലും നമുക്ക് പോക്കറ്റിൽ ഇട്ടുകൊണ്ട് പോകാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അത്രമാത്രം സൈസ് ഡിഫറൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല എത്ര വല്ല പ്രാക്ടിക്കൽ ആണെന്ന്. ഞാൻ പേഴ്സണലി ഇതൊരിക്കലും സജസ്റ്റ് ചെയ്യത്തില്ല. കാരണം ഈ ഒരു സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് എത്രമാത്രം അഡ്വാൻസ്ഡ് ആയാലും ഇപ്പോഴത്തെ ഒരു ടെക്നോളജി വെച്ചിട്ട് സ്മാർട്ട് ഫോൺ ക്യാമറാസ് ഒരിക്കലും ഒരു മിറർലെസ് ക്യാമറയെ ഓവർകം ചെയ്യത്തില്ല. അതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ചോയ്സ് ആണ് ക്യാമറ മേടിക്കുക. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഈ ഒരു സ്മാർട്ട് ഫോൺ ഈ ഒരു ഗ്രിപ്പൊക്കെ കൊണ്ട് നടക്കുന്നതിനെയും കാട്ടും. പിന്നെ ചിലർ ചോദിക്കും ക്യാമറയിൽ വിളിക്കാൻ പറ്റൂടെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ക്യാമറയിൽ വിളിക്കാനൊന്നും പറ്റൂല. ബട്ട് മച്ച് ബെറ്റർ ക്വാളിറ്റി നമുക്ക് അവിടെ കിട്ടുന്നതാണ്. അതുകൊണ്ട് ഇതുപോലത്തെ കേസ് മേടിക്കുന്നതിനെക്കാട്ടും ബെറ്റർ ഇതുപോലത്തെ ക്യാമറാസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബാക്കിയുള്ള വീഡിയോസ് ചെക്ക് ചെയ്യുക. പിന്നെ ഇവിടെ നമ്മുടെ ഐഫോണിന്റെ വീഡിയോ കൊടുത്തേക്കാൻ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. ദിസ് ഈസ് MOS. അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.